പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അരികിൽ ചെന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ദേഷ്യപ്പെടുമ്പോൾ ആളുകൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? വളരെ രസകരമായ ചോദ്യം അല്ലേ? നമ്മളും ദേഷ്യപ്പെടുമ്പോൾ ഉച്ചത്തിലല്ലേ സംസാരിക്കാറ്? പലപ്പോഴും ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉച്ചത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ഈ ചോദ്യം കേട്ടപ്പോൾ ഗുരു വളരെ സന്തോഷത്തോടെ തൻ്റെ ശിഷ്യനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ, സാധാരണ വളരെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആളുകൾ തമ്മിൽ അടുത്തടുത്തിരുന്നല്ലേ സംസാരിക്കാറ്. അന്നേരം എത്ര വലിയ കാര്യവും എത്ര ചെറിയ കാര്യവും ഏത് വലിയ രഹസ്യവും അവർ പറയാറില്ലേ? അന്നേരം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ വളരെ അടുത്തായിരിക്കും. അതേസമയം കലഹിക്കുമ്പോൾ അവരുടെ ശരീരം മാത്രമാണ് അടുത്തുള്ളത്. അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ വളരെ വളരെ ദൂരെയാണ്. സ്നേഹത്തിലായിരിക്കുമ്പോൾ അടുത്തിരുന്ന് എത്ര വേണമെങ്കിലും രഹസ്യങ്ങൾ പറയാം. അതേസമയം കലഹത്തിലായിരിക്കുമ്പോഴോ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കിലോമീറ്ററുകളോളം ദൂരത്തിലായിരിക്കും. അപ്പോൾ ദൂരെ ഇരിക്കുന്ന ഒരാളോട് ഉച്ചത്തിൽ പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. ശിഷ്യന് ആ മറുപടി കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. കാരണം വളരെ സ്നേഹത്തിലായിരിക്കുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കുന്നവർ വളരെ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ശരീരം കൊണ്ട് അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് വളരെ വളരെ അകലെയാണ് എന്നുള്ള സത്യം, ഹൃദയം കൊണ്ട് വളരെ വളരെ അകലെയാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരുടെ ഇടയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാ ജീവികളുടെ ഇടയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കലഹിക്കുമ്പോഴാണ് അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അന്നേരം അവരുടെ ഹൃദയങ്ങൾ ഒരിക്കലും അടുത്തടുത്തല്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഒരുപോലെ അടുത്തടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറാൻ കഴിയുന്നത്. ഈ കഥ നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. താങ്ക് യു.